Hello friends, and നമുക്ക് DML ട്രിഗേഴ്സിലുള്ള ആഫ്റ്റർ ഡിലീറ്റ് ട്രിഗർ എത്താൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ആഫ്റ്റർ ഇൻസെർട്ടുകൾ ഫയർ ചെയ്യുന്നത്. അതേമാതിരി നമ്മൾ ടേബിളിലുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഡിലീറ്റ് ട്രിഗർ ഫയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇൻസെർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോജിക്കൽ ടേബിൾ ആയിരുന്നു. അതേമാതിരി ഒരു ടേബിളിലുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതേ സ്ട്രക്ചറിലുള്ള ഒരു ലോജിക്കൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഡിലീറ്റഡ് ആണ്. ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാജിക്കൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിലായിരിക്കും ആ ഡാറ്റ ഉണ്ടായിരിക്കും. ഓക്കെ, സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസേർട്ട് ട്രിഗർമാർ തന്നെ സെയിം ആയിരിക്കും. ഓക്കെ, ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം ഓൺ ടേബിൾ നെയിം പറയും, എന്നിട്ട് ആഫ്റ്റർ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഓക്കെ, നമ്മളൊരു ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ ടേബിൾ കസ്റ്റമർ എന്ന ടേബിൾ ഉണ്ട്. നമ്മൾ കസ്റ്റമർ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൽ 13 റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ നിന്ന് കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് ഈ കസ്റ്റമർ ഹിസ്റ്ററി എന്ന ടേബിളിലേക്ക് ഒരു ഇൻസേർഷൻ വരണം. ഓക്കെ, അതിൽ കസ്റ്റമർ ഐ ഡിയും നെയിമും റിമാർക്സ് ഐറ്റങ്ങൾ ഡിലീറ്റഡ് എന്ന് പറഞ്ഞു നോക്കും. ഓക്കെ, ഹിസ്റ്ററി കറണ്ട് ഡേറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്യാം ആദ്യം. ഓക്കെ, നമുക്ക് ട്രിഗർ ക്രിയേറ്റ് ചെയ്യേണ്ട സിൻടാക്സ് ക്രിയേറ്റ് ട്രിഗർ, ഇനി ട്രിഗർ നെയിം എന്ന് പറഞ്ഞാൽ ട്രിഗർ ഡിലീറ്റ് കസ്റ്റമർ. ഓക്കെ, നമുക്ക് എന്ത് കൊടുക്കാം, ഓൺ ഏത് ടേബിളിലാണ്, കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിലാണ്. നമുക്ക് എന്താ വെച്ചാൽ ആഫ്റ്റർ ഏത് ആക്ഷൻ ചെയ്യുമ്പോഴാണ് ഡിലീറ്റ്. ഓക്കെ, ആസ് ബിഗിനിങ് എൻഡ്. ഓക്കെ, അപ്പോൾ ഡിലീറ്റഡ് നമ്മൾ യൂസ് ചെയ്യുന്ന മാജിക്കൽ ടേബിൾ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റഡ്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം നോക്കിയാൽ ഡിലീറ്റഡ്. ഓക്കെ, ഇതിലെന്താ വാല്യൂ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ട്രിഗർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ട്രിഗർ ക്രിയേറ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി. ഓക്കെ, നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ട്രിഗർ ഫയർ ചെയ്യണം വെച്ചാൽ ഇതിലുള്ള ഒരു ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ 13 കസ്റ്റമർ ഐ ഡി 13 ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, കസ്റ്റമർ ഐ ഡി ഈസ് ഈക്വൽ ടു 13. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, 1 റെക്കോർഡ് മാത്രമേ ഉള്ളൂ. നമ്മളത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗർ കോൾ ചെയ്യും. നമുക്ക് ഈ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഉണ്ടോ, 1 റോ എഫക്റ്റഡ്, 2 റോസ് എഫക്റ്റഡ് ആയി. അതായത് ഡിലീറ്റഡ് വർക്കായി, പിന്നുള്ളത് സെലക്ട് കുറി വർക്കായി. ഓക്കെ, അപ്പോൾ സെലക്ട് കുറി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. കസ്റ്റമർ ഐ ഡി, നെയിം, കൺട്രി ഐ ഡി, സീരിയൽ നമ്പർ. അതായത് ഈ കസ്റ്റമർ എന്ന ടേബിളിലുള്ള അതേ സ്ട്രക്ചറിൽ ഡാറ്റ നമുക്ക് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോജിക്കൽ ടേബിളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് ആ ഡാറ്റ ഈ ഡിലീറ്റഡിൽ വന്നിട്ടുള്ള ഡാറ്റ നമുക്ക് ഈ ഹിസ്റ്ററി ടേബിളിലേക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇൻസെർട്ടിൽ ചെയ്ത മാതിരി തന്നെ നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്തു, നമ്മൾ കസ്റ്റമർ ഐ ഡി കസ്റ്റമർ നെയിം നമ്മൾ പറഞ്ഞു കൊടുത്തു. അതേപോലെ കസ്റ്റഡിയിൽ എന്താ നമ്മൾ വയ്ക്കണം വെച്ചാൽ കസ്റ്റമർ ഐ ഡി. ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള കസ്റ്റമർ ഐ ഡി നമ്മൾ കസ്റ്റഡിയിലേക്ക് കസ്റ്റ് നെയിമിലേക്ക് എന്ത് ചെയ്തു,
നെയിം. ഓക്കെ, ഇപ്പോൾ വാല്യൂസ് ഇതിലേക്ക് അസൈൻ ആയി. ഇനി നമ്മൾ ഈ ഡാറ്റ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻസേർട്ടർ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്യാം, ജസ്റ്റ് നമ്മളോട് പേസ്റ്റ് ചെയ്യാം. ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമർ ഹിസ്റ്ററി വാല്യൂസ് നമ്മൾ എന്താ പറയുക, ഈ കസ്റ്റ് ഐ ഡിയും കസ്റ്റ് നെയിം പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഡിലീറ്റ് എന്ന് പറയും. ഇത് ഫയർ ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ടുഡേസ് ഡേറ്റ് നമ്മളിവിടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ട്രിഗറിൽ ആൾട്ടർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ആയി. ഇനി നമുക്ക് കസ്റ്റമർ ഐ ഡി 12 ഉള്ള ഡാറ്റ, അതായത് പീറ്റർ, കസ്റ്റമർ ഐ ഡി 12 എന്ന് പറഞ്ഞാൽ പീറ്റർ ആണ്. ഓക്കെ, പീറ്ററിനെ നമ്മളൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. നമ്മളാണ് കസ്റ്റമർ ഐ ഡി 12 കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 rows സെലക്റ്റഡ് എന്ന് കാണിച്ചു. നമ്മൾ ജസ്റ്റ് ടേബിൾസ് നോക്കാം. ഇപ്പോൾ 12th row ഡിലീറ്റ് ആയി. ഈ കസ്റ്റമർ ഹിസ്റ്ററിയിലേക്ക് എന്ത് ചെയ്തു, ആ ഡാറ്റ ഇൻസേർട്ടഡ് ആവുകയും ചെയ്തു. അതായത് നമ്മൾ അതായത് പീറ്ററിന്റെ ഡാറ്റയാണ് നമ്മൾ കസ്റ്റമർ ഐ ഡി 12 നമ്മൾ ഡിലീറ്റ് ചെയ്ത്, ആ ഡാറ്റ ഇതിലേക്ക് ഡിലീറ്റ് ആയി, അതിന്റെ റിമാർക്സ് ഡിലീറ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു, ഈ ട്രിഗർ കോൾ ചെയ്യും. ഓക്കെ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ഡേറ്റ് ട്രിഗർ ഉണ്ടോ നോക്കാം. ഓക്കെ.